ശോഭ ഗാർമെൻറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചുരിദാർ മോഡൽ നൈറ്റിയാണ് വെട്ടുന്നതും തയ്ക്കുന്നതും. മിഷ്യൻ ചവിട്ടാൻ അറിയാമെങ്കിൽ തയ്ക്കാവുന്നതാണ്. ഒരളവ് നൈറ്റി മാത്രം മതി. ഇനി എങ്ങനെ അളവ് എടുക്കുന്നതെന്ന് കാണാം. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അളവെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. നൈറ്റി തുണി 4ആയിട്ട് മടക്കിയിട്ടേക്കാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ അളവ് നൈറ്റി ഇട്ടേക്കുന്നത്. അളവ് നൈറ്റി ഇട്ട് ഇങ്ങനെ വരയ്ക്കണം. ഇതിപ്പം ഇത്രയാണെങ്കിൽ നമുക്ക് തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച് മാറ്റി ഇങ്ങനെ വരയ്ക്കണം. ഓരോരോ നൈറ്റിയിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇങ്ങനെ വരച്ചൂടെ കൊണ്ട് വെച്ചിട്ട് കഴുത്ത് ബാക്ക് കഴുത്ത് ഇങ്ങനെ വെച്ച് ബാക്ക് കഴുത്ത് വെക്കണം, വരയ്ക്കണം. ഷോൾഡറും ശകല അര ഇഞ്ച് മുകളിലോട്ട് കയറ്റി ഷോൾഡർ. ഫ്രണ്ട് കഴുത്തെടുക്കുന്നത് ഈ ബാക്ക് കഴുത്ത് ഇങ്ങനെ മടക്കി അകത്തോട്ട് വെച്ചിട്ട് ഫ്രണ്ട് കഴുത്ത് ഇതേപോലെ വരയ്ക്കണം. ബാക്ക് കഴുത്ത് മടക്കി അകത്തോട്ട് വെച്ചിട്ട് ഫ്രണ്ട് കഴുത്ത് അതുപോലെ വരയ്ക്കണം. ബാക്ക് കഴുത്ത് ഇനി വേണ്ടത് കൈക്കുഴി ഇങ്ങനെ വെച്ച് എല്ലാവർക്കും എടുത്ത് ഈ തയ്യൽ നോക്കി വരയ്ക്കാൻ പറ്റാത്ത ഒരു കാര്യം ചെയ്താൽ ഈ ചോക്ക് വെച്ച് നല്ലതുപോലെ ഈ തയ്യലിൻ്റെ പുറത്ത് ഇങ്ങനെ വരച്ചോണം. ഇങ്ങനെ വെച്ചിട്ട് ഇതിൽ ഇങ്ങനെ അമർത്തണം. ഇതിപ്പം വെള്ള ചോക്കായതുകൊണ്ട് അത്ര തെളിഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് കാണാം. അത് നല്ല കളർ ചോക്ക് വാങ്ങിച്ച് ഇങ്ങനെ വരച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ബാക്കിയുള്ള ഇങ്ങനെ ബാക്കിയുള്ള തുണി മൊത്തവും കൈയായിട്ട് അങ്ങ് വെട്ടിയെടുക്കാം. ഇങ്ങനെ ചരിച്ചു കൊണ്ടുവന്ന് അവിടെ തീർത്ത് എന്നിട്ട് ഷേപ്പിന് വരച്ചെടുത്താൽ മതി. നൈറ്റി വെച്ച് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി കട്ട് ചെയ്യാം. ആദ്യം ബാക്ക് കഴുത്തേ വെട്ടാവുള്ളൂ, ഫ്രണ്ട് കഴുത്തെടുത്ത് വെട്ടരുത്. ഫ്രണ്ട് വെട്ടിയാൽ 2 കഴുത്ത് ഇറങ്ങിപ്പോവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി പോകും. കൈന ഫുള്ളങ്ങ് കിട്ടിയതെല്ലാം ഇട്ടിട്ടുണ്ട്. 2 കൈ വെട്ടിയെടുക്കും. അഴിവശം ഒന്നും ചെയ്യണ്ട. അത് തച്ച് തീർന്നിട്ട് ഇത്തിരി ലെവല് വ്യത്യാസം ഉണ്ടെങ്കിൽ, ഇറക്കം കുറവുണ്ടെങ്കിൽ, കൂടുതലാണെങ്കിൽ ഒക്കെ കണക്കാക്കി വെട്ടിക്കളഞ്ഞാൽ മതി. ഇതിൽ വേറെ ഒരു കട്ടിങ്ങും ഇല്ല. ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് കഴുത്താണ് വെട്ടുന്നത്. ഫ്രണ്ട് കഴുത്ത് വെട്ടണം. ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാനായിട്ട് ക്രോസ് പീസ് വെട്ടണം. കഴുത്ത് തയ്ക്കുമ്പോൾ ക്രോസ് ഇട്ട് തന്നെ വെട്ടണം. നേരെ പീസാണെങ്കിൽ കഴുത്ത് കുളഞ്ഞു പോവും. അതുകൊണ്ട് കഴുത്ത് വയ്ക്കുമ്പം എപ്പോഴും
ക്രോസ് പീസേ വെട്ടി തയ്ക്കാവുള്ളൂ. എങ്കിൽ നല്ല കഴുത്ത് വയ്ക്കുന്നത് കുളച്ചിലാവും നേർ പീസ് ഇട്ടാൽ. കട്ടിങ് കഴിഞ്ഞ് ഇത്രയുടെ ആവശ്യമുള്ളൂ. കട്ടിങ് കഴിഞ്ഞ് ഇനി നമുക്ക് തയ്യലിലോട്ട് പോകാം. ഷോൾഡർ തയ്ക്കാം ആദ്യം. രണ്ടിൻ്റെയും നല്ല വശം, ഫ്രണ്ടും ബാക്കും നല്ല വശം ഒപ്പം വയ്ക്കും. നല്ല വശം ഒപ്പം വെച്ച് ഷോൾഡർ നല്ലതായിട്ട് വെച്ചെടുക്കണം. കഴുത്ത് തയ്ക്കാം അല്ലേ. ഇനി കൈ തയ്ക്കാം. ഇനി കൈ വയ്ക്കാം. ഇങ്ങനെ എടുത്തുകൊണ്ട് കൈ എടുത്ത് ഇവിടെ നടുക്ക് മാറി ഇങ്ങനെ ശകലം വെട്ടി കൊടുക്കണം. എന്നിട്ട് നടുക്ക് ഷോളുണ്ട രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വെച്ച് നല്ല വശം വെച്ച് അങ്ങോട്ട് തിരിച്ച് അതുപോലെ ഒരു അടിയൂടെ അടിച്ച് തലയിൽ തയ്ക്കണം. തയ്ച്ച് രണ്ട് കൈ ഇതുപോലെ തയ്ച്ചെടുക്കണം. കൈ തയ്ച്ച് കഴിഞ്ഞ് രണ്ട് കൈയും തയ്ച്ച് ഇനി നമുക്ക് കഴുത്ത് തയ്ക്കാം. ക്രോസ് പീസ് ഞാൻ തയ്ച്ച് വെക്കുകയാണ്. ഇതിൽ ഒരെണ്ണം ഇങ്ങനെ ഒരെണ്ണം ക്രോസ് പീസുകൾ എടുത്ത് അതിൻ്റെ ചെരുവ് ഇങ്ങനെ വെച്ച് രണ്ടിൻ്റെയും നല്ല വശം ഒപ്പം വെച്ച് ഇങ്ങനെ തയ്ക്കണം. കഴുത്തിൽ വെച്ച് നല്ല വേണം തുണിയിൽ വെക്കേണ്ടത്. കഴുത്ത് ചിക്കൻ തയ്ച്ച് ഇനി ഇതിങ്ങനെ തൊപ്പുകൾ മടക്കി ഇങ്ങനെ വെച്ച് ഈ വീതിക്ക് ഇങ്ങനെ വെച്ച് പതിച്ച് തയ്ക്കണം.
കഴുത്ത് ചുറ്റിനും നമ്മൾ ഇത് മടക്കി പൈപ്പിങ് നമ്മൾ മടക്കി തച്ച് പതിച്ച് തച്ചേക്കാണ്. ഇനി നമുക്കൊന്നും കൂടെ അതിനെ മടക്കണം. ഒന്നും കൂടെ മടക്കി ഇങ്ങനെ ചുറ്റിനും വെച്ച് തയ്ക്കണം. കഴുത്ത് തച്ച് ഇനി നമുക്ക് സൈഡ് യോജിപ്പിക്കാം. രണ്ടും കൂടെ സൈഡ് പിടിച്ച് തയ്ക്കണം. ഈ രണ്ട് സൈഡും ഇങ്ങനെ വെച്ച് ഈ രണ്ട് തയ്യലും തച്ചെടുക്കണം. ഇനി നമുക്ക് ഉളുമ്പ് തയ്ക്കാം. ഉളുമ്പ് ഇങ്ങനെ ഒരു മടക്ക് മടക്കി രണ്ടാമതൊരു മടക്കും കൂടെ മടക്കി ചുറ്റിനും മടക്കി തയ്ച്ച് അതുകൂടെ കഴിഞ്ഞാൽ നമ്മൾ നൈറ്റിയുടെ തയ്യൽ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്ച്ചെടുക്കും. ഒരു നൈറ്റി മൊത്തം വെട്ടണതും തയ്ക്കണതെല്ലാം കൂടെ അരമണിക്കൂർ പോലും വേണ്ട. വളരെ പെട്ടെന്ന് തയ്ക്കാൻ പറ്റുന്ന നൈറ്റിയാണ്. നൈറ്റി തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് മറിച്ചിടാം. അങ്ങനെ നമ്മുടെ നൈറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ശ്രമിച്ചു നോക്കണം. നൈറ്റി വിറ്റ് നല്ല നൈറ്റി വിറ്റ് ഒരു 175 180 നല്ല ഐറ്റം കിട്ടും. കുറഞ്ഞത് 120 ഉള്ള കഴിവുമ്പം ചുരുങ്ങിപ്പോകും. നല്ല തുണി വാങ്ങിച്ച് തയ്ച്ച് നോക്കിയാൽ റെഡിയായി. എല്ലാവരും ശ്രമിച്ചു നോക്കുക.